Hi students, welcome to X and Y Learning. So transparency of materials. So എന്താണ് ഈ ട്രാൻസ്പെറൻസി ഓഫ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ? സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ്, ഒരു പെന്ന് അല്ലെങ്കിൽ ഒരു സ്കെയിൽ അല്ലെങ്കിൽ ഒരു ബുക്ക് എന്തെങ്കിലും എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ കയ്യിൻ്റെ പിന്നിൽ നിങ്ങൾ എടുത്ത ഒബ്ജക്റ്റിൻ്റെ പിന്നിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ കൈ വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ പറയാം നിങ്ങളുടെ പിന്നിലുള്ള കൈ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലേ എന്ന്. സോ നമുക്കറിയാം ചില ഒബ്ജക്റ്റിലൂടെയൊക്കെ ലൈറ്റ് കടന്നു പോകും, നമുക്ക് കാണാൻ പറ്റും. ചില ഒബ്ജക്ട്സിലൂടെയൊക്കെ ലൈറ്റ് കടന്നു പോകില്ല അല്ലേ. സോ നമ്മൾ ലൈറ്റ് ഒരു ഒബ്ജക്റ്റിലൂടെ പാസ് ചെയ്യുന്നതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒബ്ജക്ട്സിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സോ നമുക്കതിൽ ഫസ്റ്റ് വൺ നോക്കാം. ഫസ്റ്റ് വൺ ഈസ് കോൾഡ് ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ്. സോ നമ്മളിവിടെ നോക്കിയാൽ നമുക്കിവിടെ ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് അല്ലേ. എന്താണ്, നമ്മളൊരു ടോർച്ച് ലൈറ്റ് ചെയ്യുന്നു, ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്. സോ നോക്കുമ്പോൾ ഈ ടോർച്ചിൻ്റെ ഉള്ള ലൈറ്റ് മുഴുവൻ പാസ് ചെയ്ത് പോകുന്നുണ്ട്. സോ ഞാൻ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടോർച്ചിൽ നിന്ന് വരുന്ന ലൈറ്റ് മുഴുവൻ കാണാൻ പറ്റും അല്ലേ. സോ വിച്ച് മീൻസ് നമ്മളുടെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ് allow ലൈറ്റ് ടു പാസ് ത്രൂ. സോ നമ്മളുടെ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ് എന്താ ചെയ്യുക, നമ്മളുടെ ലൈറ്റിനെ കടന്നു പോകാൻ സമ്മതിക്കും അല്ലേ. സോ allow ലൈറ്റ് ടു പാസ് ത്രൂ ദെൻ കംപ്ലീറ്റ്ലി. സോ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ ഉള്ളിലൂടെ ലൈറ്റ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് കോൾഡ് എ ട്രാൻസ്പെറൻറ്റ് ഒബ്ജക്റ്റ്. സോ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഗ്ലാസ്, അതുപോലെ ക്ലിയർ പ്ലാസ്റ്റിക് ആൻഡ് ക്ലീൻ വാട്ടർ. സോ നമുക്കറിയാം നമ്മൾ ഗ്ലാസ് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരുപാട് ജനലിലൊക്കെ നമ്മൾ കണ്ട ഒരു ഗ്ലാസ് ഫുൾ ഒരു പ്ലെയിൻ ഗ്ലാസ് ആണെങ്കിൽ നമുക്ക് ഫുള്ളായിട്ട് മുഴുവനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ലൈറ്റ് അപ്പുറത്ത് നിന്നുള്ള ലൈറ്റിനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ക്ലിയർ പ്ലാസ്റ്റിക്, ഇപ്പം നിങ്ങളൊക്കെ ഒരുപാട് ടോയ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. സോ നമ്മൾ ഷോപ്പിലൊക്കെ ഈ ടോയ് ഒരു പ്ലാസ്റ്റിക്കിലൊക്കെ ആയിരിക്കും കവർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. സോ അത് വളരെ ക്ലിയർ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ആയിരിക്കും, നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കാണാൻ വേണ്ടിയിട്ട്. സോ ക്ലിയർ പ്ലാസ്റ്റിക്കും ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ്. അതുപോലെ തന്നെ ക്ലീൻ വാട്ടർ. ഇപ്പം നമ്മളുടെ ഒരു വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു കുളം അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പുഴയിലൊക്കെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് താഴേക്ക് മുഴുവൻ കാണാൻ പറ്റില്ലേ. സോ ആ ക്ലീൻ വാട്ടർ എന്തായിരിക്കും, നമ്മളുടെ ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആയിരിക്കും. സിമിലർലി നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം എടുത്തിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഗ്ലാസിൻ്റെ താഴെയുള്ള ഭാഗം മുഴുവൻ കാണാൻ പറ്റും. സോ ഇതൊക്കെ ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ആണ്. ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽസ് ശ്രദ്ധിക്കുക, allow ലൈറ്റ് ടു പാസ് ത്രൂ കംപ്ലീറ്റ്ലി. ഇവിടുന്ന് വരുന്ന എല്ലാ എമൗണ്ട് ഓഫ് ലൈറ്റും എന്ത് ചെയ്യും, പാസ് ചെയ്തു പോകും. സോ നമുക്ക് അടുത്ത ടൈപ്പ് ഓഫ് ആളെ നോക്കാം. എന്താണ് ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽസ്. സോ എന്തായിരിക്കും ഒരു ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, നിങ്ങളിവിടെ ഇമേജ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടുന്ന് ഒരു ടോർച്ച് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇവിടുന്ന് ഒരുപാട് ലൈറ്റ് വരുന്നുണ്ട്. നമ്മൾ ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽ ഇവിടെ വെച്ചു, ഇവിടുന്ന് പോകുന്നതിൽ കുറച്ച് ലൈറ്റ് മാത്രമേ പാസ് ചെയ്യുന്നുള്ളൂ. വിച്ച് മീൻസ് ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽ അതായത് ഫുൾ എമൗണ്ട് ഓഫ് ലൈറ്റിന് എന്ത് ചെയ്യില്ല, കടത്തിവിടില്ല. സോ ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽസ് allow സം ലൈറ്റ് ടു പാസ് ത്രൂ. അതായത് കുറച്ച് ലൈറ്റിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, നമ്മൾ ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽ കടത്തിവിടുള്ളൂ. ആൻഡ് അതിനുള്ള എക്സാമ്പിൾസ് ആണ് ഫ്രോസ്റ്റഡ് ഗ്ലാസ്. എന്താണ് ഈ ഫ്രോസ്റ്റഡ് ഗ്ലാസ്? ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാകും നമ്മളുടെ വീടുകളിലൊക്കെ നമ്മൾ മുറികളിലൊക്കെ യൂസ് ചെയ്യുന്ന ജനലിൻ്റെ ഗ്ലാസ് ഫ്രോസ്റ്റഡ് ഗ്ലാസ് ആണ്. വിച്ച് മീൻസ് നമുക്ക് മുഴുവനായിട്ടും പുറത്തേക്ക് കാണാൻ പറ്റില്ല, പക്ഷേ ലൈറ്റ് എന്ത് ചെയ്യും, പാസ് ചെയ്യും. ഇപ്പോൾ നമുക്ക് പകലാകുമ്പോൾ പുറത്തുനിന്ന് ലൈറ്റ് വരും നമുക്ക് കാണാൻ പറ്റും, പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തുള്ള ഫുൾ ലൈറ്റ് വരുന്നത് കാണാൻ പറ്റില്ല. ആൻഡ് പുറത്തുള്ള എന്താണ് നടക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ ഗ്ലാസിൻ്റെ അപ്പുറത്ത് എന്താണെന്നുള്ളത് കാണാൻ പറ്റില്ല. സോ അങ്ങനെയുള്ള ഗ്ലാസ്സിനാണ് നമ്മൾ എന്താ പറയുക, ഫ്രോസ്റ്റഡ് ഗ്ലാസസ് എന്ന് പറയാം. അതൊരു ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽ ആണ്. അതുപോലെ വാക്സ് പേപ്പർ, നമ്മളിപ്പോൾ വാക്സ് പേപ്പേഴ്സ് നമുക്ക് കുറച്ച് ലൈറ്റേ പാസ് ചെയ്യുള്ളൂ. സോ ദേ ആർ ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽ. അതുപോലെ തിൻ ഫാബ്രിക്, വളരെ കട്ടി കുറഞ്ഞ ഫാബ്രിക് ഒക്കെ നമുക്ക് നോക്കിയാൽ നമുക്ക് അപ്പുറത്തേക്ക് കാണാൻ പറ്റും. വിച്ച് മീൻസ് കുറച്ച് ലൈറ്റാണ് പാസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ആൾസോ എ ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയൽ. സോ നമ്മളിപ്പോൾ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലിനെ പറ്റി പറഞ്ഞു, ട്രാൻസ്ലൂസൻറ്റ് മെറ്റീരിയലിനെ പറ്റി പറഞ്ഞു. പക്ഷെ നമ്മൾ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു ഒബ്ജക്റ്റാണ് നമ്മുടെ ഒപെക് മെറ്റീരിയൽ. സോ എന്താണ് ഈ ഒപെക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ, ഒപെക് മെറ്റീരിയൽസ് ഡു നോട്ട് allow ലൈറ്റ് ടു പാസ് ത്രൂ. സോ നമ്മളിവിടെ നോക്കിയാൽ നമ്മളിവിടുന്ന് ടോർച്ച് ഓൺ ചെയ്തു, ആൻഡ് ഇവിടെ എന്തുണ്ട്, ഒരു ഒപെക് മെറ്റീരിയൽ ഉണ്ട്. സോ നമ്മൾ അപ്പുറത്താണ് നിൽക്കുന്നതെങ്കിൽ ഈ ലൈറ്റ് എന്ത് ചെയ്യില്ല, പാസ് ചെയ്യില്ല അല്ലേ. സോ നിങ്ങൾ ഫസ്റ്റ് എടുത്തിട്ടുള്ള നമ്മളെ എക്സ്പെരിമെൻറ്റിന് വേണ്ടി നിങ്ങൾ എടുത്തിട്ടുള്ള ഒബ്ജക്റ്റ് ട്രാൻസ്പെറൻ്റ് ആണോ, ട്രാൻസ്ലൂസൻ്റ് ആണോ, ഒപെക് ആണോ നിങ്ങൾക്ക് കമൻറ്റ് ഡൗൺ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ഈ ഒപെക് മെറ്റീരിയലിൻ്റെ എക്സാമ്പിൾസ് വുഡ്, അതുപോലെ മെറ്റൽ, അതുപോലെ സ്റ്റോൺ. ഇതൊക്കെ നമ്മളുടെ ഒപെക് മെറ്റീരിയൽസിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ
നമ്മൾ കാണുന്ന നമ്മുടെ ചുറ്റും കാണുന്ന ഒരുവിധ ഒബ്ജക്ട്സ് ഒക്കെ എന്താണ് ലൈറ്റ് കടത്തിവിടാത്തതാണ്. സോ ഇവരൊക്കെ ഒപ്പെക് മെറ്റീരിയൽസ് ആണ്. പക്ഷെ നമ്മുടെ ചുറ്റും ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ഉണ്ട്. നമ്മുടെ എർത്തിന് ചുറ്റും കവർ ചെയ്തുകൊണ്ട് ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ ഉണ്ട്. ആരാണ്? നമ്മുടെ അറ്റ്മോസ്ഫിയർ അല്ലേ. നമ്മുടെ എയർ എന്താണ്? ഒരു ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയലാണ്. അതുകൊണ്ടാണ് നമുക്ക് എയറിൻ്റെ ഉള്ളിലൂടെ, ഇപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഒരു പെൻ വെച്ചിട്ടുണ്ട്. സോ എൻ്റെ കണ്ണിനും ഈ പെന്നിനും ഇടയിൽ എന്തുണ്ട്? ഒരു എയർ അല്ലെ ഒരു ഗ്യാസ് ഉണ്ട് അല്ലേ. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസിലി ഇത് കാണാൻ പറ്റും. സോ എയർ ഇസ് എ ട്രാൻസ്പെറൻറ്റ് മെറ്റീരിയൽ. സോ അങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാവുന്ന ട്രാൻസ്പെറൻറ്റ്, ട്രാൻസ്ലൂസൻറ്റ്, ഒപ്പെക് മെറ്റീരിയൽസ് ഒക്കെ കമൻറ്റ് ഡൗൺ ചെയ്യാം.